വിശ്വാസ തീർത്ഥാടനത്തിൽ വഴികാട്ടിയും വെളിച്ചവുമായ വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലേക്കും സന്ദേശത്തിലേക്കും വെളിച്ചം വീശുന്ന ഈ തീർത്ഥാടനത്തിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കൈകളിൽ കാസ ഉയർത്താനായിരുന്നു അവൻ്റെ സ്വപ്നം. കൈകളാൽ പാവങ്ങളെ തഴുകാനായിരുന്നു അവൻ്റെ ആഗ്രഹം. ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിക്കരുത്, ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. പുതിയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്, ഈ എളിയ സഹോദരനിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം എനിക്കു തന്നെയാണ് ചെയ്തത് എന്ന്. പഴയ നിയമത്തിലെ പിതാവായ ദൈവവും പുതിയ നിയമത്തിലെ ഈശോയും ഒരേപോലെ താല്പര്യമുള്ളവരായിരുന്നു പാവപ്പെട്ടവരിൽ. എളിയ സഹോദരന്മാരിൽ ദൈവത്തിൻ്റെ മുഖം ദർശിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ വിൻസെൻ്റ് പോൾ. AD 1581 പാരീസിനടുത്ത് പോൾ എന്ന ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു. തീക്ഷ്ണമായ ദൈവസ്നേഹവും അതുല്യമായ ദൈവമാതൃഭക്തിയും സാധുജന സേവനവും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി. ആടുമേയ്ക്കുന്നതിന് മാതാപിതാക്കൾ കൊടുത്തിരുന്ന നാണയത്തുട്ടുകൾ സമ്പാദിച്ച് സാധുഭിക്ഷുവിനെ അത് ദാനം ചെയ്തു. സംഭവവും ആടുമേയ്ക്കുന്നതിന് തൻ്റെ മാതാപിതാക്കൾ കൊടുത്തുവിടുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ വിശക്കുന്ന കുട്ടികളുമായി പങ്കുവെക്കുന്ന സംഭവവും നാം ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലെ തനിക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന ഒരു വ്യക്തിയെയാണ് നാം ഈ വിശുദ്ധനിലൂടെ കാണുന്നത്. ഈശോ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ കാരുണ്യത്തിൻ്റെ മുഖമാണ്. ഈ കരുണയുടെ വർഷം ആചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നാം വാചാലമായി സംസാരിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈശോയിലുള്ള ആ കാരുണ്യത്തിൻ്റെ ഭാവം മുഴുവൻ തൻ്റെ ജീവിതത്തിൽ പകർത്തിയ വ്യക്തിയായിരുന്നു വിശുദ്ധ വിൻസെൻ്റ് പോൾ. അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര എന്നത് വേദനിക്കുന്നവൻ്റെ കൂടെ വേദനിക്കുവാനും ആത്മാർത്ഥമായി മറ്റുള്ളവരെ സേവിക്കുക, സ്നേഹിക്കുക, സഹായിക്കുക എന്നതായിരുന്നു. വിശുദ്ധ വിൻസെൻ്റ് പോൾ അനുകമ്പയുടെ ആൾ രൂപമായിരുന്നു. ഒരിക്കൽ തൻ്റെ വീട്ടിലെ ആവശ്യത്തിനായ ധാന്യപ്പൊടി മില്ലിൽ നിന്ന് വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു സാധുഭിക്ഷുവിനെ കണ്ടു. തൻ്റെ മുമ്പിൽ കൈ നീട്ടിയ ആ സാധുഭിക്ഷുവിന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ധാന്യപ്പൊടികൾ മുഴുവൻ അദ്ദേഹം കൊടുത്തു എന്നാണ് സംഭവത്തിൽ നാം വായിക്കുന്നത്. ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു എന്ന് പറയുന്ന കർത്താവ് ഈശോ മിശിഹായുടെ വാക്കുകൾക്ക് തൻ്റെ മുമ്പിൽ വന്നിരുന്ന എല്ലാവരോടും അനുകമ്പയോടെ പെരുമാറിയ ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ വിൻസെൻ്റ് പോൾ. ഇന്ന് ഈ വിശുദ്ധൻ്റെ വാക്കും ചരിത്രവും പ്രവൃത്തിയുമെല്ലാം നമുക്കും ഒരു വെല്ലുവിളിയാണ്. ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ മനുഷ്യൻ്റെ മനുഷ്യത്വരഹിതമായ മനുഷ്യരൂപങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിവാക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വടക്കേ ഇന്ത്യയിലെ ഒരു കർഷകൻ തൻ്റെ ഭാര്യയുടെ മൃതദേഹം ചുമലിലേറ്റി കടന്നുപോയത് നമ്മുടെയൊക്കെ മുൻപിലൂടെയാണ്. ഒരു കൈത്താങ്ങ് സഹായിക്കുവാനോ ആരുമുണ്ടായിരുന്നില്ല. ഇന്ന് കരുണയുടെയും അനുകമ്പയുടെയൊക്കെ മുഖങ്ങൾ ഇല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും അനീതിയും അക്രമവും മാത്രം. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളെ നാം കടന്നു പോകുന്നതും ഈ അനീതിയുടെയൊക്കെ മധ്യത്തിലൂടെയാണ്. അനീതിക്ക് മുമ്പിൽ നമുക്ക് 3 വിധത്തിൽ പ്രതികരിക്കാം. 1, വിപ്ലവത്തിൻ്റെ പ്രതികരണം. 2, അനീതിയെ മറയാക്കി അനീതി ചെയ്യുക. 3, സ്വയം നന്നാകുക, കൂടെ നിൽക്കുന്നവരെ നവീകരിക്കുക. ഈ വിപ്ലവത്തിൻ്റെ പ്രതികരണം എന്നത്
രക്തം കൊണ്ടുള്ള പ്രതികരണമാണ്. രക്തം ചൊരിഞ്ഞ് അനീതിയെ അടിച്ചമർത്തുക. പക്ഷേ നമ്മളോട് ചരിത്രങ്ങളൊക്കെ ആവർത്തിക്കുന്നത് പരാജയപ്പെട്ട വിപ്ലവത്തിൻ്റെ കഥകളാണ്. ഇന്നത്തെ തൊഴിലാളി നാളത്തെ മുതലാളിയും, ഇന്നത്തെ മുതലാളി നാളത്തെ തൊഴിലാളിയും, ഇന്നത്തെ രാജാവ് നാളത്തെ പ്രജയും, ഇന്നത്തെ പ്രജ നാളത്തെ രാജാവും, ആളുകളും റോളുകളും മാറുന്ന അവസ്ഥ. മനുഷ്യൻ്റെ വ്യവസ്ഥിതിയും മനസ്ഥിതിയും മാറിയാലേ വിപ്ലവത്തിനൊക്കെ അർത്ഥമുണ്ടാകുകയുള്ളൂ. രണ്ടാമത്തെ പ്രതികരണം, അനീതിയെ മറയാക്കി അനീതി ചെയ്യുന്നു. നാടോടുമ്പോൾ നടുവേ. അവൻ കൈക്കൂലി വാങ്ങുന്നു, അതുകൊണ്ട് ഞാനും വാങ്ങുന്നു. അവൻ അഴിമതി പ്രവർത്തിക്കുന്നു, ഞാനും ചെയ്യുന്നു. ഇത് നിരാശയുടെ പ്രതികരണമാണ്, ദൈവത്തിന് ഹിതമല്ലാത്ത പ്രതികരണം. മൂന്നാമത്തെ പ്രതികരണം എന്നത് സ്വയം നന്നാകുക, കൂടെ നിൽക്കുന്നവരെയും നവീകരിക്കുക. ഇതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും പ്രതികരണം. വിശുദ്ധ വിൻസെൻ്റ് പോളുടെ ജീവിതത്തിലും ഇതുതന്നെയായിരുന്നു. ലോകം അനീതി നിറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അവൻ വെറുതെ ഇരുന്നില്ല. ഇരുട്ടിനെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഒരു മെഴുകുതിരി കത്തിക്കുക, അപ്പോൾ പ്രകാശമായി നാം മാറും. വേദനിക്കുന്നവൻ്റെ കൂടെ വേദനിക്കുവാനും, വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാനും, ദാഹിക്കുന്നവന് ഒരിറ്റ് വെള്ളം കൊടുക്കുവാനും, അങ്ങനെ കൊച്ചു കൊച്ചു നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോഴാണ് നമ്മളും കരുണയുടെയും അനുകമ്പയുടെയും മുഖമായി മാറുകയുള്ളൂ. ഇന്ന് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതാണ്, കരുണയുടെ അനുകമ്പയുടെ ഒരു മുഖമായി മാറുക. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ വരച്ചു കാട്ടുന്നതും ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുക, മറ്റുള്ളവരോട് അനുകമ്പയോടെ പെരുമാറുക. ഈ കരുണയും അനുകമ്പയും ഒക്കെ നാം പരിശീലിക്കേണ്ടത് നമ്മുടെയൊക്കെ ഓരോ കുടുംബങ്ങളിൽ നിന്നുമാണ്. കുടുംബങ്ങളിലെ ഉല്ലാസവും പ്രാർത്ഥനയും പ്രവർത്തനവും സ്നേഹവുമൊക്കെ ഈ കരുണയുടെ പ്രതിഫലനങ്ങളാണ്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീട്ടുകളിൽ ഭിക്ഷാടനത്തിന് സാധുഭിക്ഷു വരുമ്പോൾ നമ്മൾ പണവും വസ്ത്രങ്ങളുമൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അത് നമ്മുടെയൊക്കെ കുഞ്ഞു മക്കളിലാണ് നാം അത് ചെയ്തിരുന്നത്. ഇപ്രകാരം ചെയ്തത് ആ കുഞ്ഞു മക്കളിലൊക്കെ ദാനത്തിൻ്റെ നല്ല ശീലങ്ങൾ, ദാനധർമ്മത്തിൻ്റെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുവാനാണ്. എന്നാൽ ഇന്ന് ആ ശീലങ്ങളൊക്കെ അപ്പാടെ മാറി പോയിരിക്കുകയാണ്. ഇന്നൊക്കെ ആ നല്ല ശീലങ്ങൾ അപ്പാടെ മാറിപ്പോയിരിക്കുകയാണ്. കരുണയുടെ മാതാവായ വിശുദ്ധ മദർ തെരേസ നമുക്ക് മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, സഹായിക്കുന്ന കരങ്ങളാണ് പ്രാർത്ഥിക്കുന്ന അധരങ്ങളെക്കാൾ വിശുദ്ധം. ഈ അമ്മയുടെ വാക്കുകൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ കോറിയിടാം. അങ്ങനെ ഈ പുണ്യവാന്റെ നല്ല ശീലങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. ഈശോയിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ മുഖം ദർശിക്കുന്നത് പോലെ നമ്മുടെ ഇടത്തും വലത്തും കഷ്ടപ്പെടുന്ന സഹോദരന്മാരിൽ ദൈവത്തിൻ്റെ കരുണയുടെ മുഖം നമുക്ക് ദർശിക്കാം. അനുകമ്പയുള്ളവരായിരിക്കാം. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ.